കയ്യിൽ ബാറ്റ് ഉയർത്തി നിൽക്കുന്ന വിരാട് കോഹ്ലിയുടെ സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമ നിങ്ങൾ കണ്ടായിരുന്നോ? അമേരിക്കയിൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള പടുകൂറ്റൻ പ്രതിമ. വിരാട് കോഹ്ലിയുടെ ഫാൻ പേജുകളിലൂടെ അത്തരമൊരു വീഡിയോയും ഇത്തരമൊരു പ്രതിമ സ്ഥാപിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകളും കുറച്ചു ദിവസങ്ങളായി കറങ്ങി നടക്കുന്നുണ്ട്. എന്നാൽ കോഹ്ലിയുടെ ഈ പ്രതിമ ഉള്ളതാണോ? വിരാട് കോഹ്ലിയുടെ സ്വർണ്ണ നിറത്തിലുള്ള കൂറ്റൻ പ്രതിമയുടെ അനാച്ഛാദനത്തെക്കുറിച്ച് പല പ്രമുഖ മീഡിയകളും റിപ്പോർട്ട് ചെയ്തു. പ്രശസ്ത ഫർണിച്ചർ മെത്ത നിർമ്മാണ കമ്പനിയായ ഡ്യൂറോഫ്ലെക്സ് ആണ് അനാച്ഛാദനത്തിന് പിന്നിലെന്നും വാർത്തയിലുണ്ടായിരുന്നു. 2024 T20 ലോകകപ്പ് സെമി ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയതാണ് പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള കാരണമെന്നായിരുന്നു മിക്ക വാർത്തകളും. പിന്നാലെ പ്രതിമയുടെ വീഡിയോയും വാർത്തകളും താരത്തിന്റെ ആരാധകർ തന്നെ ചൂടോടെ പങ്കുവച്ചു. ആകെ മൊത്തം ബഹളമയം. നമുക്ക് ഡ്യൂറോഫ്ലെക്സിന്റെ എക്സ്പോസ്റ്റ് ഒന്ന് നോക്കാം. കോഹ്ലിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തെന്ന് പറയുന്ന ജൂൺ 23 പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാഷ്ടാഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. CGI എന്നൊരു ടാഗ് കണ്ടോ? CGI എന്നാൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമാജറി. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ എന്നൊക്കെ അർത്ഥം. അതായത് ഡ്യൂറോഫ്ലെക്സ് തന്നെ അവരുടെ എക്സ്പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കോഹ്ലിയുടെ പ്രതിമ യഥാർത്ഥമല്ലെന്ന്. ഇത് ശ്രദ്ധിക്കാതെയാണ് പല പ്രമുഖ മാധ്യമങ്ങളും തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ ജിയോ ലൊക്കേറ്റ് ചെയ്ത് പരിശോധിക്കാം. ഇതാണ് യഥാർത്ഥ സ്ഥലം. ഇനി ഡ്യൂറോഫ്ലെക്സ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോ നോക്കൂ. കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന ബലൂൺ കണ്ടാൽ അറിയാം AI നിർമ്മിതമാണെന്ന്. കോഹ്ലിയുടെ ഡ്യൂറോഫ്ലെക്സ് പരസ്യങ്ങൾ ഉൾപ്പെടെ ദൃശ്യത്തിൽ കാണുന്നതെല്ലാം വ്യാജമാണ്. അതായത് വിരാട് കോഹ്ലിയുടെ പ്രതിമ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ സ്ഥാപിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്നതൊന്നും ഉള്ളതല്ല.